നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യരാണ്. ഈ പറഞ്ഞ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ നിങ്ങൾക്കത് പ്രസാദകരമാണ്. തുടർന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ അല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങളോട് ദൈവം കൽപ്പിച്ച ഈ 2 കൽപ്പനകൾ മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിനെന്ന പോലെ മനസ്സോടെ നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ 23-ാം വാക്യം, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീനെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താ? ഇതിന് പ്രതിഫലമുണ്ട്. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. ഈ കൽപ്പന അനുസരിച്ചാൽ ദൈവം അതിന് കൃപ നൽകട്ടെ. നിങ്ങളെ തമ്മിൽ ഇന്ന് യോജിപ്പിച്ചത് വലിയവനായ ദൈവമാണ്. നിങ്ങളെ വേർപിരിക്കാനും ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ആ കാര്യം വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഇരുവരും ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 19:3 മുതൽ 6 വരെ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. സ്വന്തം പ്രേരണയാലോ പരപ്രേരണയാലോ പൈശാചിക പ്രേരണയാലോ വിവാഹമോചനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. നിങ്ങളിരിക്കട്ടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ന് ദൈവസന്നിധിയിൽ ദൈവ മക്കളുടെ നടുവിൽ വെച്ച് ചെയ്ത ഈ പ്രതിജ്ഞയാൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുമെന്ന് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുവാൻ ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളിരുവരും സാക്ഷികളെന്ന നിലയിൽ നമ്മൾക്കെല്ലാവർക്കും ഈ വചനത്തിന് ആമേൻ പറയുവാൻ ബാധ്യതയുണ്ട്. നിങ്ങളിരുവരും ഉറക്കെ ആമേൻ പറയണം. ചുണ്ടരക്കെ ആമേൻ പറഞ്ഞു പോരാ, ഉറക്കെ ആമേൻ പറയുന്നതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഉച്ചത്തിൽ ഈ വചനത്തിന് സാക്ഷികളെന്ന നിലയിലും ആമേൻ പറയാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് ആമേൻ പറയാം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. ആശംസയായിട്ട് 128-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ട്. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം. ഈ ആശീർവാദം നിങ്ങളുടെ മേൽ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓരോ വാചകത്തിൽ ചില കാര്യം കൂടെ വിഷമിപ്പിക്കാനല്ല, കുടുംബജീവിതം ഭദ്രമായിട്ട് മുന്നോട്ട് പോകാൻ. 1, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം. 2, ദൈവവചനം നിങ്ങൾ ഒരുമിച്ചിരുന്ന് വായിച്ച് വചനത്തിലെ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. 3, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്നിധി നിങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കണം. കുറഞ്ഞ പക്ഷം രാവിലെയും വൈകിട്ടുമെങ്കിലും കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. 4, ദൈവമക്കളെ, ദൈവദാസന്മാരെ നിങ്ങളുടെ വീട്ടിൽ കൈക്കൊണ്ട് അതിഥി സൽക്കാരം ആചരിക്കും. പ്രത്യേകം മോള് ശ്രദ്ധിച്ചോണം. തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ ഒരു കുടുംബത്തോടുള്ള കൽപ്പനയാണ് അതിഥി സൽക്കാരം. 5, ദൈവം നിങ്ങൾക്ക് ജോലിയും ആരോഗ്യവും ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യം കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഭൗതിക നന്മകൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണം. കർത്തൃവേലയ്ക്ക് ഭൗതികമായ സഹായം ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളെ ഒരു കുടുംബമാക്കുന്നിടം വരെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നിങ്ങളെ വളർത്തിയ
മാതാപിതാക്കൾ ഉൾപ്പെടുന്ന ഓരോ കുടുംബങ്ങൾ നിങ്ങൾക്കിരുവർക്കും പിമ്പിലുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ദൈവം നിങ്ങൾക്ക് തരുന്ന ഭൗതിക നന്മകൾക്കനുസൃതമായി അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അതിന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയ ജസ്റ്റസും ബെറ്റിമോളും വലങ്കരങ്ങളെ കൊടുത്ത് ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ സദസ്സിനോട് ഞാൻ പറയുന്ന ഒരു വാചകമാണിത്. ഇവരിരുവരും വലങ്കരങ്ങളെ കൊടുത്ത് ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അധികം താമസിയാതെ മധ്യാകാശത്തിൽ ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകാൻ പോവുകയാണ്. 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപം വഹിച്ച് കാൽവരിയിലെ കൊലമരത്തിൽ മരിച്ച് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു മധ്യാകാശത്തിലേക്ക് മടങ്ങി വന്ന് തൻ്റെ സഭയെ തൻ്റെ അടുക്കൽ ചേർക്കും. അന്ന് ആ തുളയ്ക്കപ്പെട്ട കരം ഏറ്റുവാങ്ങുവാൻ പാവപ്പെട്ട ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളിരുവരും രക്ഷിക്കപ്പെട്ടവരാണ്. ഇവരവിടെ ഉണ്ടായിരിക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ സഭ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ട എല്ലാവരും യേശുവിൻ്റെ മണവാട്ടിയായിട്ട് അന്ന് അവിടെ കാണും. എന്നാൽ കർത്താവ് മടങ്ങി വന്ന് തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മതമേതുമാകട്ടെ, നിങ്ങളുടെ പേരെന്തുമാകട്ടെ, നിങ്ങളുടെ സമുദായം ഏതുമാകട്ടെ, ദൈവത്തിന് ജാതിയും മതവും സമുദായമൊന്നുമില്ല. എന്ന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം അതിനുവേണ്ടി യേശു കർത്താവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രിയ ജസ്റ്റസും ബെറ്റിമോളും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായും സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും ഇന്ന് വിവാഹിതരായിരിക്കുന്നത് കൊണ്ട് തുടർന്നുള്ള നാളുകളിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരസ്യമായി പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു മംഗളഗാനം ആലപിക്കുന്ന സമയത്ത് ഇവരിരുവരും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കർത്താവിന് തങ്ങളുടെ പ്രയത്നഫലത്തിൽ നിന്ന് ഒരു ഭാഗം അർപ്പിച്ച് അവരുടെ കുടുംബജീവിതം ആരംഭിക്കുന്നതാണ്. സാക്ഷികളായി ഇരുഭാഗത്തു നിന്ന് ഓരോരുത്തർ രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. തുടർന്ന് കാര്യങ്ങൾ സഹോദരൻ നിയന്ത്രിക്കുന്നതാണ്. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും കർത്തൃനാമത്തിൽ നന്ദി. സുന്ദരം കുടുംബജീവിതം, ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം. സുന്ദരം സുന്ദരം കുടുംബജീവിതം, ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം. സ്നേഹത്തിൻ പ്രഭവീശി കരുണയിലൊളിച്ചിന്തി സ്വർഗ്ഗമി ഭൂവിൽ വിരിഞ്ഞ പോലെ. സ്നേഹത്തിൻ പ്രഭവീശി കരുണയിലൊളിച്ചിന്തി സ്വർഗ്ഗമി ഭൂവിൽ വിരിഞ്ഞ പോലെ. സുന്ദരം സുന്ദരം കുടുംബജീവിതം, ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം.
മങ്ങുകില്ല, ഒരു നാളും മങ്ങുകില്ല. ഹൃദയങ്ങൾ അന്യോന്യം സ്നേഹം ചൊരിയുമ്പോൾ വേദന വന്നാലും മാഞ്ഞു പോകും. ഹൃദയങ്ങൾ അന്യോന്യം സ്നേഹം ചൊരിയുമ്പോൾ വേദന വന്നാലും മാഞ്ഞു പോകും. സുന്ദരം സുന്ദരം കുടുംബജീവിതം, ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം. സുന്ദരം സുന്ദരം കുടുംബജീവിതം, ദൈവത്താൽ സ്ഥാപിതമായ ബന്ധം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം സഹായിച്ചു. പ്രിയ കർദാസിനെ ദൈവം ബലപ്പെടുത്തി. എല്ലാ സ്തുതിയും വലിയവനായ ദൈവത്തിന് അർപ്പിക്കുന്നു. തുടർന്നും നമുക്കവരുടെ കുടുംബ ജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രിയ ഫിലിപ്പ് സാർ നൽകുന്നതാണ്. രണ്ടുപേരും കൂടെ അത് വാങ്ങുന്നതായി. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജസ്റ്റസ് തോമസ്. തുടർന്ന് ആശംസകൾ അർപ്പിക്കാനുള്ളതായ സമയമാണ്. ആദ്യമായി തോട്ടാലൽ കുടുംബത്തിൻ്റെയും മൈലപ്ര സഭയുടെയും എല്ലാ ആശംസകളും ദമ്പതികൾക്ക് ഞാൻ നേരുന്നു. ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും അവർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസയ്ക്കായി ടി.എം. വർഗീസ്, സ്റ്റാൻലി ജോൺ, ഇവർ രണ്ടുപേരാണ് ആശംസ അർപ്പിക്കാനുള്ളത്. 3 മിനിറ്റ് സമയം അവർക്ക് ആശംസയ്ക്കായിട്ട് എടുക്കാവുന്നതാണ്. ആദ്യം സഹോദരൻ ടി.എം. വർഗീസും തുടർന്ന് സഹോദരൻ സ്റ്റാൻലി ജോണും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായിട്ട് പാടിമൺ ബ്രദറൻ സഭയുടെയും കട്ടപ്പുറം കുടുംബത്തിൻ്റെയും ഉള്ളതായിരിക്കുന്ന എല്ലാ ആശംസകളും പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിൽ നേരുന്നു. ബെറ്റിമോളെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ അനുജൻ്റെ മകളാണ്. ഞാൻ വളരെ നാളുകൾ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എപ്പോഴും വളരെ ലാളിത്യമുള്ളതായിരിക്കുന്ന ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയ ബെറ്റിമോൾ. ആഗ്രഹിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. തന്നെയുമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ആ നിലയിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബെറ്റിമോൾ എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ആ നിലയിൽ ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന ഒരു യുവാവ് എന്നുള്ളതായിരിക്കുന്ന നിലയിലാണ്. അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബജീവിതം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ എൻ്റെ ആശംസയുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിച്ച് നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം തന്നെ ധാരാളം മതിയാകും എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയ സഹോദരൻ അനിൽ ഇവിടെ വായിച്ചതായിരിക്കുന്ന ആ വേദഭാഗം തന്നെയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് 9-ാം വാക്യം വരെ ഞാൻ വായിക്കട്ടെ.
എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായി ഇരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നമുക്കറിയാം, മോശയുടെ പിൻഗാമിയായിരിക്കുന്ന യോശുവയോട് ദൈവം പറയുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. ഞാൻ പ്രസംഗിക്കുവാൻ നിൽക്കുകയല്ല. ഇവിടെ നാം വായിക്കുന്നത്, ദൈവവചനത്തെ നീ പ്രമാണിച്ചാൽ, ദൈവവചനം നീ ആചരിച്ചാൽ, അത് നീ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരും, നീ കൃതാർത്ഥനായിട്ട് തീരും. പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളതായിരിക്കുന്ന വിലപ്പെട്ട വാക്കാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ജസ്റ്റിസിനോടും പ്രിയ ബെറ്റിമോളോടും, ദൈവവചനത്തിനും ദൈവത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടായിരിക്കട്ടെ. രണ്ടാമതായിട്ട് ഇവിടെ ഓർപ്പിച്ചതുപോലെ ദൈവദാസന്മാരെ, ദൈവമക്കളെ ആദരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടയായിട്ട് തീരട്ടെ. ദൈവം എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാജുലേഷൻ ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജസ്റ്റിസ് തോമസ്. ഇന്നിവിടെ ആയിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ജസ്റ്റിസും ദുബായിലെ ബെതേൽ ബ്രദറൻ അസംബ്ലിയിലാണ് കർത്താവിനെ ആരാധിച്ചു പോരുന്നത്. എൻ്റെ ഒരു കൂട്ടു സഹോദരൻ മാത്രമല്ല, ഏത് ആവശ്യത്തിലും ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരാളാണ് ജസ്റ്റിസ്. എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു വരുന്നത്. ഇന്ന് ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അനേക സഹോദരന്മാർ ഈ വിവാഹത്തിന് വരുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ വളരെ ചുരുക്കം ചില സഹോദരന്മാർക്കാണ് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല, കാരണം എനിക്കും വിശക്കുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിയാണ്. എന്നാലും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ബെതേൽ ബ്രദറൻ സഭയുടെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബെതേൽ ബ്രദറൻ സഭയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരുടെയും എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിത യാത്രയിൽ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി പറയുന്നതിനായിട്ട് ടൈറ്റസ് തോമസ് തോട്ടാലിനെ ക്ഷണിക്കുന്നു. Praise God. This is the Lord's doing. It's marvelous in our eyes. അതെ, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മാനുഷികമായ യാതൊരു പ്ലാനിങ്ങോ സാമർഥ്യമോ കഴിവുകളോ അല്ല, തികച്ചും ദൈവത്തിൻ്റെ നടത്തിപ്പും പരിപാലനവും വീണ്ടും തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. വളരെ നാളുകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രിയ ജസ്റ്റിസിൻ്റെയും ബെറ്റിമോളിൻ്റെയും വിവാഹം ഇത്രയും വളരെ ഭംഗിയായി ക്രമീകരിക്കുവാനും നടക്കുവാനും കർത്താവ് സഹായിച്ചു. സർവമഹത്വവും കൃപാലുവായ ദൈവത്തിന് ആദ്യമേ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ വിവിധ ആത്മീയ ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും നമ്മെ സഹായിച്ചത് ഡോക്ടർ ബാബു എബ്രഹാമാണ്. തന്നെ ഏൽപ്പിച്ച ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ച പ്രിയ ബാബുച്ചാനോടുള്ള നന്ദിയെ ആദ്യം തന്നെ അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയ PS തമ്പാച്ചായൻ, ഇന്ന് അദ്ദേഹത്തിന് വൈകിട്ട് കൺവെൻഷൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ട്രിവാൻഡ്രത്ത് എത്തിച്ചേരേണ്ടതാണ്. ഈ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വിവാഹ ശുശ്രൂഷ വളരെ ഭംഗിയായി നടത്തി തന്ന പ്രിയ ദേവദാസനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു.
അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ ദൂതുകൾ നൽകി തന്ന ഇവാഞ്ചലിസ്റ്റ് അനിൽ എബ്രഹാം, അദ്ദേഹം ബോംബെയിൽ നിന്നും കടന്നു വന്നതാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഈ സഭയുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ആദ്യോടന്തം വിവിധ ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് സഹായിച്ച എല്ലാ ദൈവദാസന്മാരെയും, അത് പ്രാർത്ഥനയാലും സങ്കീർത്തനമായാലും അങ്ങനെ എല്ലാ ശുശ്രൂഷകളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഞങ്ങളുടെ ഇരുഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിലുമായി കടന്നു വന്ന അനേകം പേരുണ്ട്. കുടുംബാംഗങ്ങളായി, ബന്ധുക്കളായി, അതുപോലെ സുഹൃത്തുക്കളായി, മറ്റെല്ലാവരെയും ആ രീതിയിൽ കടന്നു വന്ന എല്ലാവരെയും ഉള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും നന്ദി പറയാനുള്ളത് നമ്മളുടെ മൈലപ്ര സഭയുടെ ആണ്. ഈ ജസ്റ്റിസിൻ്റെയും ബെറ്റിമോളുടെയും വിവാഹം ഇത്ര നല്ലതായിട്ട് നടക്കുവാനുള്ള ക്രമീകരണവും അതുപോലെ എല്ലാ കൈത്താങ്ങലും നൽകി തന്ന ഈ സഭയിലുള്ള ഞങ്ങളുടെ പ്രിയ മൂപ്പന്മാർ, ചുമതലപ്പെട്ടവർ, അതുപോലെ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരുന്ന എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദിയും ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമാക്കിയ പ്രിയ ജോസ്ലി ആൻഡ് ഹെവൻലി ബീറ്റ്സ് ടീമിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അതിനുശേഷം നമുക്ക് ഇതിനുശേഷം ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാംസ് കാറ്ററിങ്സ്, വലിയ പറമ്പിൽ സൗണ്ട്സ്, ന്യൂ സ്റ്റാർ ഡെക്കറേഷൻസ്, സ്റ്റുഡിയോ, വെബ്കാസ്റ്റ്, ക്രൂസ്, എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വിവാഹ ശുശ്രൂഷ എൻ്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് എല്ലാ സ്തുതിയും അർപ്പിക്കുന്നു. PC എബ്രഹാം അങ്കിൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ ഭക്ഷണത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. വലിയവനായിരിക്കുന്ന ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. പ്രിയ ജസ്റ്റിസിൻ്റെയും ബെറ്റിമോളുടെയും വിവാഹം മംഗളമായി അത് നടത്തപ്പെടുവാനും അവിടുന്ന് കൃപ ചെയ്തുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, പ്രിയ സഹോദരനത് നടത്തിക്കൊടുക്കുവാൻ നിന്റെ മകനെ അവിടുന്ന് സഹായിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അതോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത തിരുനാമത്തിന് സ്തോത്രം. വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവെ നിന്റെ മകനെ അവിടുന്ന് സഹായിച്ചല്ലോ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ ജസ്റ്റിസിൻ്റെയും പെറ്റുമകളുടെയും കുടുംബജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതം അനേകർക്ക് മാതൃകയുള്ളൊരു കുടുംബജീവിതമായിരിക്കുവാൻ അവിടെ നിലവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകാപരമായിരിക്കുന്ന ഒരു ജീവിതം നയിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിലവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യമുള്ളവരായ ഇരുവരും കഴിഞ്ഞ നാളുകൾ ആയിരുന്നു. കർത്താവേ, അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളെ വളർത്തുവാനും വിദ്യാഭ്യാസം കൊടുക്കുവാനും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവമായിരിക്കുന്ന കർത്താവ് ഇരു കുടുംബങ്ങളെയും സഹായിച്ചു. ഇരു സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയ പോഷണം കൊടുക്കുവാൻ ഇരു സഭകൾക്കും അവിടെ നിലവരുത്തി തിരുനാമത്തിന് സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർക്ക് കർത്താവെ വിവാഹിതരായി തീരുവാൻ അവിടെ നിലവരുത്തിയല്ലോ, തിരുനാമത്തിന് സ്തോത്രം. നല്ലൊരു കുടുംബജീവിതം നയിച്ച് കർത്താവെ അനേകർക്ക് മാതൃകയുള്ള ഒരു കുടുംബജീവിതമായി തീരുവാൻ അവിടെ നിലവരുത്തണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. വിവിധ ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇവിടുത്തെ കൃപ ധാരാളമായി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ തുടർന്നുള്ള അവരുടെ ജോലിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയെല്ലാം നന്നായി നടത്തപ്പെടുവാൻ തക്കോട് സഹായിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് ജീവിച്ച് കർത്താവെ അവർക്ക് സന്താനങ്ങളെ കൊടുത്ത് അവരുടെ കുടുംബ